7 നദികൾക്കുമപ്പുറം സപ്തഭാഷകൾക്കുമപ്പുറം കാസർഗോഡ് ജില്ലയ്ക്ക് ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിക്കൊടുത്തതാണ് കാസർഗോഡ് സാരികൾ. വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയാതെ പോയ കാസർഗോഡ് സാരിയെ ലോക ശ്രദ്ധയിലെത്തിക്കണമെന്ന ആശയത്തിന് പുറത്ത് ആരംഭിച്ചതാണ് കാസരി പാവകൾ. കാസർഗോഡ് സാരി ഉപയോഗിച്ചുകൊണ്ട് കാസരി പാവകളെ ഉണ്ടാക്കുന്ന ഒരു കൂട്ടുകാരിയെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം മാളവിക. നമസ്കാരം. അപ്പോൾ ഈ കാസരി പാവകളുടെ ഉത്ഭവത്തെക്കുറിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു പാവ ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ആശയം, അതിനെക്കുറിച്ച് മാളവിക തന്നെ ഒന്ന് പറഞ്ഞോളൂ. ഞാൻ 2024 കാസർഗോഡ് ഡിസ്ട്രിക്ട് കളക്ടർ ഇമ്പശേഖരൻ സാറിൻ്റെ ഇൻറ്റേൺ ആയിരുന്നു. അപ്പോൾ അവിടെ എനിക്ക് കാസർഗോഡ് സാരിയിൽ വർക്ക് ചെയ്യാനൊരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ കാസരി പാവകളിലേക്കുള്ള ഒരു യാത്ര തുടങ്ങിയത്. അപ്പം കാസർഗോഡ് സാരി ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് നേടേണ്ടിയിരിക്കുന്നു, ലൈക്ക് മാർക്കറ്റിംഗ് വൈസ്. അപ്പം അതിന് നമുക്ക് എന്ത് സൊല്യൂഷൻ എടുക്കാം? ഇത്രയും ക്വാളിറ്റിയുള്ള ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റുകളിലേക്ക് എത്തുന്നില്ല. അപ്പോൾ അത് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തുടക്കം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കാസരി സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഒരു ഉൽപ്പന്നം മാർക്കറ്റിൽ എത്തിക്കാൻ വേണ്ടി നിങ്ങളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അതിന്റെ ഉൽപാദകര് വ്യത്യസ്ത രീതിയിലുള്ള മാർഗങ്ങളായിരിക്കും സ്വീകരിക്കുക. അപ്പൊ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ അടക്കം സജീവമായിട്ടുള്ള കാലത്ത് ആളുകൾ അത് ഉപജീവന മാർഗമായിട്ട് തന്നെ കണ്ടെത്തുന്നുണ്ട്. ആ തരത്തില് നിങ്ങൾ ഇതുപോലെ തുടങ്ങി വെച്ച കാസരി പാവകളോട് അവരുടെ, അതായത് ഈ കാസർഗോഡ് സാരി ഉൽപാദകരുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? അവരുടെ സഹകരണം എങ്ങനെയായിരുന്നു? ഞാൻ അവിടെ കാസർഗോഡ് സാരീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലുള്ള സഹായങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു പാവയുടെ ലോഞ്ചിങ്ങിനും പ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ട് അവർ എനിക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പം നമുക്കറിയാം, ഇപ്പം കാസർഗോഡ് സാരീസിനെ നല്ല രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്നുള്ളൊരു ലക്ഷ്യം ഇതിനുണ്ടായിരുന്നു. അപ്പം ആ ലക്ഷ്യത്തിന്റെ ഏതൊക്കെ ഘട്ടങ്ങൾ കടന്നിട്ടുണ്ട്? അല്ലാതെ തന്നെ ഇപ്പം ക്രാഫ്റ്റുമായിട്ട് കുറച്ചുകൂടി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്, ആ രീതിയിലുള്ള നിങ്ങളെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ? എങ്ങനെയാണ് ഇപ്പോൾ? അവിടെ പോയിട്ട് ഞാൻ ആദ്യം അവിടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, ഈ മാർക്കറ്റിങ്ങിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് ഞാൻ അവിടെ ആദ്യം നോക്കി. അപ്പം അതിനനുസരിച്ചിട്ടുള്ള മാർഗങ്ങൾ ഞാനും പിന്നെ ഒന്നിച്ച് ഞങ്ങൾ 10 പേരുണ്ട് ഇന്റേൺസ്. അവർ ഓരോ ഏരിയസിലാണ്, എന്നാലും ഞങ്ങളും പിന്നെ കൂടുതൽ ഇൻവോൾവ് ആയിട്ട് ഇതിനുള്ള സൊല്യൂഷൻസ് ഒരുപാട് നോക്കിയിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ അവിടെ ലാസ്റ്റ് ഇയർ നവംബറിൽ സിവിൽ സ്റ്റേഷനിൽ ഒരു എക്സിബിഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലുള്ള ഒരുപാട് ഞങ്ങൾ ഒരു വേസ് ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി എന്തെങ്കിലും ആവശ്യം, ഇതിന് ഈ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്താൻ വേണ്ടിയിട്ടുള്ള വഴി ആവശ്യമുണ്ട് എന്നുള്ളൊരു തോട്ടിന്റെ പുറത്താണ് ഈ ഒരു പാവയും കൂടി ഉണ്ടാക്കിയത്. മാർക്കറ്റിലേക്ക് നമ്മുടെ കാസർഗോഡ് സാരീസിന് എത്തിക്കുക എന്നതിലുപരി നിങ്ങളുടെ ഉള്ളിൽ ഒരു സ്കിൽ ഉണ്ടാവും, ഇത് ക്രാഫ്റ്റ് സാധനങ്ങൾ ഉണ്ടാക്കുക. അതുപോലെ ഈ രീതിയിൽ ചെയ്യുന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ അത് എവിടെയാണ് എത്തി നിൽക്കുന്നുള്ളത്? ഞാനിപ്പോ ഇവിടെ ചൈതന്യ വിദ്യാലയ പായ്ച്ചാൽ കാസർഗോഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ടീച്ചറായിട്ട് ശിശുവിഹാറിന്റെ. അപ്പോൾ അവിടെയുള്ള കുട്ടികൾക്ക് ക്രാഫ്റ്റ് വർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ കൂടുതലും ഇപ്പം ആർട്ട് വർക്ക് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഹോം മെയ്ഡ് ക്ലേയിൽ ആർട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ വേസ്റ്റ് മെറ്റീരിയൽ, ലൈക്ക് എന്തെങ്കിലും നമ്മൾ യൂസ് ചെയ്യാതെ ഇരിക്കുന്ന മെറ്റീരിയൽസ് റീസൈക്കിൾ ചെയ്തിട്ട് എങ്ങനെ അതിനെ ഒരു മാറ്റം വരുത്തിക്കാം എന്നുള്ളൊരു തോട്ട് ഉണ്ട് എപ്പോഴും മൈൻഡിൽ. അപ്പം അതിനനുസരിച്ചിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ സോഷ്യൽ മീഡിയ ഇതിലും ഞാൻ വീക്കെൻഡ്സിലായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ഓരോ എക്സ്പെരിമെൻ്റ് എന്നോണം. ഫാമിലിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലുള്ള സപ്പോർട്ട് എങ്ങനെയാണ്? ഇത് എങ്ങനെയാണ് നിങ്ങൾ ഇതിന്റെ ഒരുപാട് സാധനങ്ങളും ആവശ്യമുണ്ടാവും, അപ്പൊ ആ രീതിയിൽ 2 കാര്യങ്ങൾക്കുള്ള ഉത്തരങ്ങളായിക്കോട്ടെ. വീട്ടില് അച്ഛൻ, പിന്നെ അമ്മ, ചേച്ചി, അനിയനുണ്ട്.
അച്ഛൻ ടെക്നീഷ്യനാണ്, അമ്മ ഹൗസ് വൈഫാണ്. പിന്നെ ചേച്ചി കുണിൽ സ്കൂളിൽ ടീച്ചറാണ്. അനിയൻ കൊച്ചിയിൽ പഠിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഇതിൻ്റെ ക്രാഫ്റ്റ് വർക്ക് ആയാലും പിന്നെ അതിൻ്റെ ചെറിയ എന്തെങ്കിലും ടെക്നിക്കൽ വശങ്ങളുണ്ടായാലും അച്ഛന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഐഡിയാസ് എന്തെങ്കിലും കാര്യങ്ങൾ അഭിപ്രായങ്ങൾ പറയാനും അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ചേച്ചിയും ബ്രദറും പിന്നെ അമ്മയും എപ്പോഴും ഒരുമിച്ചിട്ടുണ്ട്, ഈവൻ അച്ഛനായാൽ പോലും. അപ്പം അവരെ സപ്പോർട്ടും എനിക്ക് ഇവിടെ ഇതിൻ്റെ ഭാഗമായിട്ടും പിന്നെ എല്ലാ കാര്യത്തിലും എനിക്ക് വലുതായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. കാസരികൾ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് സോനിയർ മോഡൽ ഈ ഒരു ബിഗ് ഡോൾസും, പിന്നെ ഒന്ന് ഈ ചെറിയ ഹാങ് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു മൊമെൻറ്റോ ടൈപ്പ് ഡോൾസും. ഇതിലാണെങ്കിൽ കാസർഗോഡ് സാരി കംപ്ലീറ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഐസായിട്ട് ബീഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സീക്വൻസ് വർക്ക് ജസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡോൾസിൻ്റെ കാര്യം വലിയ ബിഗ് ഡോൾസിൻ്റെ കാര്യം നോക്കുമ്പോഴത്തേക്ക് ഇതിൽ ചെറിയൊരു ഷൈനിങ് വർക്കിന് വേണ്ടിയിട്ട് ഈ സീക്വൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിനായിട്ട് ബോഡി സ്ട്രക്ചർ ഉണ്ടാക്കുന്നത് കമ്പിയിലാണ്. പിന്നെ ആ ബോഡി ഷേപ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് കാസർഗോഡ് സാരീസിൻ്റെ നൂല് ഉപയോഗിച്ചിട്ടാണ്. അതിനുശേഷം ഈ അവരുടെ അതേ നൂല് വെച്ചിട്ടാണ് ഇത് കവർ ചെയ്യുന്നുള്ളത്. പിന്നെ വുഡൻ ഹെഡാണ് ഇതിൽ യൂസ് ചെയ്യുന്നുള്ളത്. പിന്നെ വുഡൻ്റെ ഒരു സ്റ്റാൻഡും. പിന്നെ കംപ്ലീറ്റ് ഇതിനനുസരിച്ചുള്ള ഒരു മോഡൽ തോട്ട് ചെയ്തിട്ട് ആ ഒരു ഡിസൈനിങ് വർക്ക് ചെയ്യുന്നതാണ്. അതിപ്പം ഓരോ വെറൈറ്റി ആയിട്ട് കാണാം. ഇതിപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്കാണ്. അപ്പം ഹെഡ് വെച്ചിട്ടില്ല. പിന്നെ ഇതിലേക്ക് ഇതിൻ്റെ ഡോളിന് ഈവൻ ഹെയർ ആയിട്ട് യൂസ് ചെയ്യുന്നത് പോലും കാസർഗോഡ് സാരീസിൻ്റെ നൂലാണ്. കാസർഗോഡ് സാരീസ് ലോക പൈതൃക പട്ടികയിൽ ഇടം നേടി എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. പക്ഷെ അതിന് കൃത്യമായൊരു അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് മാളവിക തുടങ്ങി വെച്ചിട്ടുള്ളത് വലിയൊരു ലക്ഷ്യം തന്നെയാണ്. അപ്പം എന്ത് തന്നെയായാലും നല്ല രീതിയിൽ ഇതുപോലെയുള്ള ക്രാഫ്റ്റും കാര്യങ്ങളും നിങ്ങളുടെ കഴിവും കൊണ്ട് വലിയൊരു നിലയിലെത്തട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. നന്ദി. താങ്ക് യു.